നാമത്തിൽ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സ്നേഹ. ഞാൻ ഇരിഞ്ഞാലക്കുട കല്ലേറ്റിങ്ങരയിൽ നിന്ന് വരുന്നു. എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയാനായിട്ട്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. ഞങ്ങൾക്ക് പിള്ളേരില്ലായിരുന്നു. കുറേ ഹോസ്പിറ്റലുകളൊക്കെ പോയിരുന്നു. ലാസ്റ്റ് ഡോക്ടർമാർ പറഞ്ഞത് IUI ചെയ്യാനായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്കും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ മരുമോൾ വഴി ഞങ്ങൾ എൽറുഹേനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഞാൻ കഴിഞ്ഞ കൊല്ലം 2025 ഏപ്രിൽ 5-ാം തീയതി ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് ഞാൻ അച്ഛനെ കണ്ടിരുന്നു. ശനിയാഴ്ച ഏകദിന കൺവെൻഷനാണ് വന്നിരുന്നത്. അച്ഛനോട് പറഞ്ഞു ഞങ്ങൾക്ക് പിള്ളേരില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ 90 അത്ഭുത ജപമാല കാണാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ കണ്ട് 2-ാമത്തെ ദിവസം ആയപ്പോഴേക്കും ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാനിങ്ങിൽ ഒന്നും കാണുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങളോട് വരാൻ പറഞ്ഞിരുന്നു. അങ്ങനെ 2 ആഴ്ചയിൽ അതൊരു ബുധനാഴ്ച ആയിരുന്നു ഞങ്ങൾക്ക് സ്കാനിങ്ങിന് പോകേണ്ട ദിവസമായിരുന്നേ. പക്ഷേ അതിൻ്റെ തലേ ദിവസം ചൊവ്വാഴ്ച ഞാൻ ലൈവ് അത്ഭുത ജപമാല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ സ്നേഹയെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു. അത് ഞാൻ തന്നെയാണെന്ന് ഉറച്ച് വിശ്വസിച്ച് ഞങ്ങൾ തലേദിവസം പോയി. ഞാൻ ഡോക്ടർ പറഞ്ഞു സ്കാനിങ്ങിൽ ഉണ്ണിനെ കാണുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് ആയിട്ടുണ്ട്, ഉണ്ണി വളർച്ചയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എല്ലാ സ്കാനിങ്ങിനും പോകുമ്പോഴും ഞാൻ ഉദരത്തിൽ ഒലിവ് ഓയിൽ പറ്റിയിട്ടാണ് ഞാൻ പോയിരുന്നത്. ബന്ധന പ്രാർത്ഥനയും ചൊല്ലാറുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഡിസംബർ 8-ാം തീയതി ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്ന ദൈവം അനുഗ്രഹിച്ചു. നല്ലൊരു വീഡിയോ എടുത്തു. 7 വർഷത്തിന് ശേഷം കർത്താവ് കൊടുത്ത വലിയൊരു അനുഗ്രഹമാണ് ഇപ്പോൾ കയ്യിലിരിക്കുന്നത്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനമാണ് കേട്ടോ. 2ാമത്തെ സാക്ഷി എന്ന് പറയാനായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ 3ാമത്തെ മോള്, അവൾക്ക് ഭയങ്കര ചൊറിച്ചിലുണ്ടായിരുന്നു. എനിക്ക് വന്നപ്പോൾ അവൾ പറയാം മേമയ്ക്ക് ഭയങ്കര ചൊറിച്ചിലാണ്, ഭയങ്കര വേദനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഇവിടുത്തെ ഒലിവ് ഓയിൽ വിശ്വാസപ്രമാണം ചൊല്ലി അവൾക്ക് പുരട്ടി കൊടുത്തു. അപ്പോൾ അവളുടെ അതെല്ലാം മാറിപ്പോയി, പഴയതുപോലെ തന്നെയായി. അതേപോലെ തന്നെ 3ാമത്തെ സാക്ഷി എന്ന് പറയാനായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. വണ്ടി മൊത്തത്തിൽ തകർന്നു പോയിരുന്നു. അപ്പോൾ കണ്ടു നിന്നവർ പറഞ്ഞു നിന്നെ കിട്ടില്ല എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ല. എൻ്റെ ഭർത്താവിൻ്റെ കഴുത്തിൽ ഉത്തിരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതേപോലെ തന്നെ എൻ്റെ അടുത്ത സാക്ഷി എന്ന് പറയാനായിട്ട് എൻ്റെ അമ്മയുടെ തലയിൽ ഒരു അരിനെല്ലിക്കയുടെ വലിപ്പത്തിലുള്ളൊരു മുഴയുണ്ടായിരുന്നു. അത് വേദന ഉണ്ടെന്ന് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ അമ്മോട് പറഞ്ഞു പേടിക്കേണ്ട അമ്മ പേടിക്കേണ്ട, ഞാൻ ഒലിവ് ഓയിൽ പറ്റി വിശ്വാസപ്രമാണം ചൊല്ലി ഒലിവ് ഓയിൽ പറ്റി കൊടുത്തു. പിറ്റേ ദിവസം ആകുമ്പോൾ ആ മുഴയും ഇല്ല, ആ വേദനയും പോയി കിട്ടി. ഇത്രയും വലിയ അനുഗ്രഹം ഒലിവ് ഓയിലിലൂടെ കിട്ടിയ അത്ഭുതങ്ങൾ, ഒപ്പം തന്നെ അത്ഭുത ജപമാലയിൽ കിട്ടിയ വലിയ അനുഗ്രഹങ്ങൾ, അതാണ് സാക്ഷ്യം പറഞ്ഞത് കേട്ടോ.